എൻ്റെ പേര് ഭരത്. ഞാൻ ഇന്ന് എൻ്റെ സ്കൂളിലെ NSS ക്യാമ്പിന് പോകാൻ റെഡിയാവുകയാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പൊതുവെ മാറി നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ ഈ 7 ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കിയ ഗ്രേസ് മാർക്ക് കിട്ടും. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ NSSന് ചേർന്നത്. പിന്നെ ക്യാമ്പിന് പോകുമ്പോൾ ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മജീഷാണ്. അവിടെ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തതോ NSS ലീഡറായ അനന്തുവും അവൻ്റെ 2 ശിങ്കിടികളും. അനന്തുമായിട്ട് പലപ്പോഴും ഞാൻ സ്കൂളിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ആഴ്ച ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. സമയടാ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. ഇന്ന് നമ്മുടെ NSS ക്യാമ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്. എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മനസ്സ് നന്നാവട്ടെ. അപ്പം ഇന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്. കാര്യപരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് രഹസ്യം പറയാനുണ്ട്. രഹസ്യം? നമ്മുടെ ഭരത്ത് ഒരു ഓട്ടംതുള്ളൽ കലാകാരനാണെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ഈ വേദിയിൽ 2 സ്റ്റെപ്പ് ഇടാൻ അവസരം കൊടുക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഇവനോ? ഞാൻ അറിയാതെ ഓട്ടം തുള്ളൽ പഠിക്കാൻ പോയി. ഓടാ, എനിക്കൊന്നും വയ്യ, ഞാൻ കയറത്തില്ല. ഈ എളിയ കലാകാരനെ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഇല്ല, സാറേ എനിക്ക് ഓട്ടം തുള്ളലൊന്നും അറിഞ്ഞൂടാ. ഇത്ര എളിമാണില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ചെയ്യും. മോളതെന്റെ എനിക്കൊന്നും അറിഞ്ഞൂടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പണി കൊടുക്കണം. അച്ഛാ, പാപ്പ കൊണ്ടുവന്നോ? ഒന്നടാ മക്കളെ. എടാ, നീ പണിയെടുക്കുന്ന വരച്ച നീ കേക്കണം. ഇവൻ പണിയെടുക്കുന്ന ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. സ്വന്തം ജെട്ടി പോലും കഴിവിടാത്തവനാ. ഒരു ദിവസം ഞാൻ കഴിവാൻ ജെട്ടി ചോദിച്ചപ്പോ ജെട്ടി ഊരി 8 പോലെ ഇട്ട് തന്നേക്കുന്നു. ഓക്കെ, എന്നാ ഞാൻ പോവാ. ആ ശരി അച്ഛാ. ആ കഴിക്കാം. എടാ പാപ്പം നോക്കിയാലേ? തുക പാപ്പ എടുത്തുണ്ടോ? എവിടെ ഇരിക്കുന്നടാ? മജീഷിന്റെ പക്കാവട. എടാ, വെള്ളം ചൂടായിട്ടുണ്ട്. നിങ്ങൾ അരി എടുപ്പിട്ട് ഞാൻ സാറിനെ ഒന്ന് കൊണ്ടിട്ട് വരാം. ആ ധൈര്യമായിട്ട് കിട്ടുക. ഇതിന്റെ കാര്യമല്ലേ നമ്മളേറ്റ്. പരത്തേ, ഒരു ഡൗട്ട്. അരി എത്ര ഇടണം? അത് ശരി, ഞാൻ പോയി മാളോട് ചോദിച്ചിട്ട് വരാം. എന്തുവാടാ, എന്ത് പറ്റി? എടാ, അരി എത്ര എണ്ണം ഇടണോ ചോദിക്കാൻ വേണ്ടിയായിരുന്നു. എടാ, നമ്മുടെ ക്യാമ്പിൽ എത്ര പേരുണ്ട്? 20. ഒരാൾ എന്തായാലും 1 പ്ലേറ്റ് വെച്ച് കഴിക്കത്തില്ല. അപ്പം 20 പ്ലേറ്റ് വെച്ച്. അല്ല, 21 വേണം. ഞാൻ 2 പ്ലേറ്റ് കഴിക്കും. അതായിരുന്നോ? അതൊക്കെ നമുക്കറിയാം. മൈഷേ 20 പ്ലേറ്റ് അരി ഇട്. 20 അല്ല 21.
മണ്ടന്മാരെ പറ്റിച്ചപ്പോൾ എന്തൊരു ആശ്വാസം. 1 അങ്ങോട്ടിടും. 2 3 8 21. എന്താടാ റെഡിയായോ? ആ റെഡിയായി. ഇതെന്തോടാ ഇത്ര അരി? സാറേ എന്തോ എടാ നമ്മള് സാറിനെ കൂട്ടിയില്ല. ചിലപ്പോ അതായിരിക്കും. എടാ സാറ് വരുന്ന കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ട് കേട്ടോ. എടാ പരിപാടി കഴിഞ്ഞാണ്. പരിപാടി കഴിഞ്ഞാൽ തീർന്ന് പൊക്കും. എടാ രാത്രി ക്യാമ്പിൽ നിന്ന് ഇറങ്ങി സിനിമ കാണാൻ പോയെന്ന് അറിഞ്ഞാ. എടാ തെണ്ടി, നീ തന്ന ധൈര്യത്തിനല്ലടാ ഞാനും വന്നത്. ആ കുഴപ്പമില്ല, എന്തായാലും ലാലേട്ടന്റെ കംബാക്ക് കാണാൻ പറ്റിയല്ലേ. ആ പുള്ളി എന്തിനാണ് വിളിക്കുന്നത്? ആ നീ നോക്ക്. ഇല്ല നീ നോക്ക്. നീ നീക്ക് എവിടെ ഉള്ളയാടാ? നീക്ക് എന്തോടാ അഭ്യാസം ഇറക്കുന്നു? നിന്നെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലേ? ഞങ്ങള് NCC അല്ല NSS. നീക്ക് എന്തോടാ ഒന്ന് പരങ്ങുന്നത്? കയ്യിലെന്തെങ്കിലും ഉണ്ടോടാ? കയ്യിലെന്താ? കയ്യിലൊന്നുമില്ല ഏട്ടാ. ഈ പ്രായത്തിലുള്ളവന്മാരാ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ കൊണ്ട് നടക്കുന്നത്. കഞ്ചാവാ? അവന്മാരെ ഒന്ന് തപ്പി നോക്കിയാലോ അണ്ണാ? വേണ്ടി വരുവാടാ. സുന്ദരണ്ണ അനന്തുവേ, നീ ആയിരുന്നോ? ആ അണ്ണാ, ഇവിടെ സ്കൂളിലെ NSS ക്യാമ്പ് നടക്കുക. ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. എടാ നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നോ? ഓ നമ്മള് കരുതി. എന്നാ വിട്ടോ. നമ്മളെ വിളിച്ചേ. രക്ഷപ്പെട്ടില്ല. നോക്കാൻ പറഞ്ഞു വിട്ടവനും കാണുന്നില്ലല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് പോകാൻ. പറഞ്ഞപ്പോ കാണുന്നല്ലേ. അയ്യോ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രിയപ്പെട്ട കുട്ടികളെ, മനസ്സ് നന്നാവട്ടെ. നമ്മുടെ NSS സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ 7 ദിവസത്തെ ക്യാമ്പ് ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. വളരെ ഒരു നല്ല ക്യാമ്പ് അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഫാമിലി പോലെ നമ്മളിവിടെ 7 ദിവസം കഴിയുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്യാമ്പ് കൊണ്ട് വളരെയധികം സന്തോഷവും പ്രയോജനവും ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അവസാനത്തെ പ്രോഗ്രാം നമ്മളുടെ കൾച്ചറൽ പ്രോഗ്രാമാണ്. അതിനായി ആർക്കാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുക? ടീച്ചറെ ആനന്ദു. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയെ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയെ. കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേലുള്ളവയെല്ലാം വരമാകുന്നത് പോലെ. പുലരുളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയും ഞാലാടും നീടനാഴിയില. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. പണ്ട്
പറന്നേറിയ ചില്ലയിന്നു പൂവിട്ടുവോ പണ്ടു നീ പാറി പറന്നേറിയ ചില്ലയിന്നു പൂവിട്ടുവോ കിളിയേ നിന്നോമൽ മിഴിതൻ നനവു മാഞ്ഞോ കിളിയേ നിന്നോമൽ മിഴിതൻ നനവു മാ